ഞാൻ ഒത്തിരി സന്തോഷത്തോടാണ് ഈ ഒരു മൊമെന്റ് ഇരിക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ബഹുമാനത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ് കാർഡിനൽ ജോർജ് ജേക്കബ് കൂവക്കാടാണ്. പിതാവെ വെൽക്കം. സോ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ കൂടെയും ലിയോ പാപ്പൻ്റെ കൂടെയും ഒത്തിരി അടുത്ത് ഇടപെട്ടിട്ടുള്ളതാണ്. ഞങ്ങൾക്കൊരു ആകാംക്ഷയുണ്ട്, എന്താണ് ആ ഒരു നേരിട്ടുള്ള ഒരു അവരുടെ പ്രസൻസിനുള്ള ആ ഒരു ഫീലിങ്സ് എന്താണ്? പരിശുദ്ധാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊത്ത് 4 വർഷക്കാലം പിതാവിൻ്റെ 19ഓളം യാത്രകൾ അതെല്ലാം ഒരുക്കാൻ വേണ്ടിയുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. കാര്യങ്ങൾ ശാലോം ടി വിയായിട്ട് പങ്കുവെക്കാനായിട്ട് വളരെയേറെ സന്തോഷമുണ്ട്. പിതാവിൻ്റെ തിരഞ്ഞെടുപ്പ് ഏത് രാജ്യങ്ങളാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് പോലും മാർപ്പാപ്പയുടെ ലാളിത്യത്തിൻ്റെ ഒരു പ്രകാശനമായിരുന്നു. പിതാവ് പല അവസരങ്ങളിലും തിരഞ്ഞെടുത്തിരുന്നത് ഏറ്റവും ചെറിയ രാജ്യങ്ങൾ, പ്രാധാന്യം കുറവുള്ള രാജ്യങ്ങൾ, ബുദ്ധിമുട്ടുകളോടെ കടന്നു പോകുന്ന രാജ്യങ്ങൾ, ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു. യാത്രകൾ ആണെങ്കിലും ഒരുക്കുമ്പോൾ ആ പരിപാടികളിൽ ഏതെങ്കിലും ഒരു സമയത്ത് പാവപ്പെട്ടവരോ രോഗികളോ അനാഥരോ ആരെങ്കിലും അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഭവനത്തിൽ പോയി പിതാവ് കുറച്ച് സമയം ചെലവഴിക്കാനോ എന്ന് ഞങ്ങളോട് പറയുമായിരുന്നു. പരിപാടിയിൽ അത് ഉൾപ്പെടുത്തണമായിരുന്നു. അവിടെ പിതാവ് പ്രസംഗങ്ങൾ ഒരുങ്ങിപ്പോയി പ്രസംഗിക്കുകയല്ല. പിതാവ് മനസ്സിലാക്കുന്നത് പാവപ്പെട്ടവർ ആണ് യജമാനന്മാർ, അവരാണ് നമ്മളോട് പ്രസംഗിക്കുന്നത്. പിതാവ് അവരുടെ അടുത്ത് പോയി ഇരിക്കുകയായിരുന്നു. പലപ്പോഴും ഞാൻ അടുത്തു നിന്ന് കണ്ടിട്ടുണ്ട് പാവപ്പെട്ടവരെയൊക്കെ സ്പർശിക്കുന്നത്, മിശിഹായുടെ ശരീരത്തെ സ്പർശിക്കുന്ന പോലെ അത്രമാത്രം ഭക്തിയോടുകൂടി സ്പർശിക്കുന്ന പിതാവിനെ അടുത്തു നിന്ന് കാണുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എളിമയുടെ വിനയത്തിൻ്റെ മാതൃകയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ, നമുക്കറിയാം. അത് പിതാവിൻ്റെ ഓരോ തിരഞ്ഞെടുപ്പിലും അത് വളരെ വ്യക്തമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ മിഡിൽ ഈസ്റ്റിലെ ഒരു യാത്ര ഒരുക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, മിഡിൽ ഈസ്റ്റിലേക്കാണ് പോകുന്നത്, അവർ വലിയ സ്വർണം പതിച്ച കൊട്ടാരങ്ങളും വലിയ ഹോട്ടലുകളുമൊക്കെ തരും, എനിക്ക് വളരെ ചെറിയ ഒരു സ്ഥലമേ ഒരുക്കാവുള്ളൂ. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, അവിടെ ഞങ്ങളെ യാത്ര ഒരുക്കിയ അവസരത്തിൽ പല വില്ലകളും തന്നെങ്കിലും അവസാനം നമ്മൾ തിരഞ്ഞെടുത്തത് അവിടെ വരുന്ന പ്രധാനപ്പെട്ട അതിഥിയുടെ ജോലിക്കാർ താമസിക്കുന്ന മുറിയാണ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തത്. പിതാവിൻ്റെ മുറിയിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെക്കണമെന്ന് പറയുമായിരുന്നു. പിതാവ്, ഞാൻ പല അവസരങ്ങളും സംശയങ്ങൾ ചോദിക്കാൻ ചെല്ലുമ്പോൾ കയ്യിൽ കൊന്തയും ആയിട്ട് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പ്രാർത്ഥനാ നിമഗ്നനായിരിക്കുന്ന പരിശുദ്ധ പിതാവിൻ്റെ ചിത്രം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ലയോ 14 മാർപ്പാപ്പയും നമ്മൾ കാണുന്നുണ്ട്. പിതാവിനെ പറ്റി ഈ അടുത്ത നാളിൽ ഒരു പത്രപ്രവർത്തകൻ പറഞ്ഞത്, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ മനസ്സും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഹൃദയമുള്ള വ്യക്തിത്വം എന്നാണ് പറഞ്ഞത്. അത് ശരിക്കും നമ്മളത് നോക്കുമ്പോൾ പിതാവിന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പോലെ തന്നെ കഴിഞ്ഞ യാത്ര ഞാൻ പോയിരുന്നു. തുർക്കിയിലേക്കും ലെബനോനിലേക്കുള്ള യാത്രയിലും ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്തിരുന്ന പോലെ തന്നെ പിതാവും രോഗികളോടൊത്ത് സമയം ചെലവഴിക്കാൻ പിതാവ് അവിടെ സമയം കണ്ടെത്തി ആളുകളെ ശ്രവിക്കുവാൻ. ഒരവസരത്തിൽ ക്രിസ്ത്യാനികൾ പോലും അല്ലാത്ത ആളുകൾ പിതാവിനോട് പറഞ്ഞു, പിതാവെ ലെബനോൻ വെച്ച പിതാവ് ഇവിടെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടുന്നു, പിതാവ് ഇവിടുന്ന് പോകരുത്, ഞങ്ങളുടെ അടുത്തായിരിക്കണം. അപ്പോൾ അത്രയും സ്വാതന്ത്ര്യം അവർക്കും പിതാവിനോട് തോന്നത്തക്കവണ്ണം വളരെ ലാളിത്യത്തിലാണ് പിതാവിൻ്റെയും രീതി. ഓക്കെ, താങ്ക് യു. അവരെ പറ്റി ഇത്രയും കൂടുതൽ അറിയാൻ പറ്റിയതിന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടപ്പോൾ. എനിക്കും ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ പോലെ തോന്നി. ഓക്കെ, സഭയിൽ നമ്മുടെ ഇപ്പോൾ യൂത്തിനെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവുമല്ലോ. സഭയ്ക്ക് എന്താണ് യൂത്തിനെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻസ് ഉള്ളതെന്നൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാവി അതിനെ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് നിൽക്കുന്ന നമ്മുടെ യുവജനങ്ങളിലാണ്. അവരിൽ ഉള്ള ആ ചുറുചുറുക്ക്, അവർക്കുള്ള ജീവിതത്തിൽ എന്തെങ്കിലും
ഒക്കെ നന്മ ചെയ്യണമെന്നുള്ള ആ തീവ്രത, അത് വളരെ ഊർജ്ജസ്വലതയോടെ ചെയ്യാനുള്ള അവരുടെ കഴിവ്, ഇതെല്ലാം നമ്മുടെ സുവിശേഷവൽക്കരണത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ ലോകം വളരെ വേഗതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ നമ്മൾ ഇപ്പോഴത്തെ തലമുറയ്ക്കും വരും തലമുറയ്ക്കും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിശിഹായിയുടെ മൂല്യങ്ങൾ നിറഞ്ഞ ഒരു യുവതലമുറ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, സഭയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന. കാരണം സഭയുടെ ഇന്നും സഭയുടെ നാളെയും യുവജനങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പിതാവ്, നമ്മളിപ്പോൾ ജാഗോ കോൺഫറൻസിൻ്റെ ഒരു പാർട്ടായിട്ടാണല്ലോ നിൽക്കുന്നത്. പിതാവ് ഈ ഒരു കോൺഫറൻസിൽ വന്നപ്പോൾ പിതാവിന് എന്താണ് ഫീൽ ചെയ്തത്? ഇത്രയും യുവജനങ്ങൾ ഒരുമിച്ച് ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കുന്നു, ഈശോയുടെ സ്നേഹം ഒരുമിച്ച് അനുഭവിക്കുന്നു. എന്താണ് പിതാവിന് ഇവിടെ വന്നപ്പോൾ തോന്നിയ ഫീലിംഗ്? നമ്മൾ ഈ വർഷം മഹാജൂബിലി, പ്രത്യാശയുടെ ജൂബിലി വർഷം ആഘോഷിക്കുകയായിരുന്നു. ഞാൻ റോമിലാണ്, നിങ്ങൾക്കറിയാം. വിശുദ്ധ കവാടങ്ങൾ, നമ്മൾ ധാരാളം തീർത്ഥാടകർ ഓരോ വിശുദ്ധ കവാടങ്ങളും കടക്കുന്നത് കാണുവാനായിട്ട് എനിക്ക് സാധിച്ചു. ബസിലിക്കകളിലെയൊക്കെ റോമിലെ ജീവിതത്തിലെ പ്രതിസന്ധികളും ദുഃഖങ്ങളും അതുപോലെ തന്നെ പ്രതീക്ഷകളും ഒക്കെ ഹൃദയത്തിലേറ്റി മിശിഹായെ ആകുന്ന കവാടം, ആ കവാടത്തിലേക്ക് കടന്ന ഒരു അനുഭവം. എനിക്ക് തോന്നുന്നു ഈ ജാഗോയും ഒരു തീർത്ഥാടനമായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ, യുവജനങ്ങൾ ഈശോയോടുള്ള തീക്ഷ്ണതയെ പ്രതി നടത്തിയ ഒരു തീർത്ഥാടനമായിരുന്നത്. അപ്പോൾ അവർ പ്രത്യാശയുടെ തീർത്ഥാടകർ, പ്രത്യാശയുടെ പ്രവാചകരാകാനുള്ളവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരുക്കിയ ഈ ഒരു കാര്യം വലിയൊരു സന്തോഷത്തിൻ്റെ ഒരവസരമായിരുന്നു. പ്രത്യേകിച്ച് യുവജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒത്തിരിയേറെ പുതിയ കാര്യങ്ങൾക്ക് താല്പര്യമുള്ളവരാണ്. അവർക്ക് അവർ എപ്രകാരമാണ് വചനം ഇന്നത്തെ തലമുറയിൽ കൊടുക്കേണ്ടത്, അത് ഒരു പുതിയ രീതിയിൽ കൊടുക്കാൻ സാധിക്കുന്നത്, വ്യത്യസ്തമായ രീതിയിൽ സമ്പർക്കം ചെയ്യാൻ പറ്റുന്നത്, അതിനെപ്പറ്റിയൊക്കെ അറിവുള്ളവരാണ്. നമ്മൾ പൊതുവിൽ അവരിങ്ങനെ കുറേയൊക്കെ അശ്രദ്ധയോടെ ജീവിക്കുന്നവരാണെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അവരിൽ സൂക്ഷിച്ച് ശ്രവിച്ചാൽ അവരിൽ ഒത്തിരിയേറെ, അവരിൽ നിന്ന് സഭയ്ക്ക്, ലോകത്തിനും ഒത്തിരിയേറെ നന്മകൾ നമുക്ക് പുതിയ രീതിയിൽ അത് സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇവിടുത്തെ ഈ ക്യാമ്പസിലൂടെ ഞാൻ നടന്നപ്പോൾ പ്രധാന പരിപാടികൾ തീർച്ചയായിട്ടും ആധ്യാത്മിക നേതാക്കന്മാരായിട്ടുള്ള പിതാക്കന്മാരും മറ്റുള്ളവരെല്ലാം വിളിച്ച് പ്രധാന പരിപാടികൾ കോർത്തിണക്കുമ്പോഴും എന്നോട് തന്നെ ഉപവിഭാഗത്തിൽ പല പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രധാനമായിട്ട് പോലും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണെങ്കിലും കണ്ട കാര്യം സംഗീതം, അതുപോലെ സ്കിറ്റുകൾ. അപ്പോൾ ഓരോരുത്തർക്കും താല്പര്യമുള്ളത് അത് വചനത്തിൻ്റെ മൂല്യം വിവിധ രീതികളിൽ അവതരിപ്പിച്ച് അതിൽ യുവജനങ്ങളെ ആ വചനത്തിൻ്റെ മൂല്യം കൊടുക്കുക എന്നുള്ള ഒരു കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞത്, നമ്മൾ സുവിശേഷവൽക്കരണം എന്ന് പറഞ്ഞ ബലം പ്രയോഗിച്ചല്ല, ആകർഷണത്തിലൂടെയാണ്. നമ്മൾ ആകർഷണീയമായിട്ട് വചനം അവതരിപ്പിക്കുക. അതാണ് ഇവിടെ നമ്മൾ നമ്മുടെ തന്നെ യുവജനങ്ങളെ വിളിച്ച് ജീസസ് യൂത്ത്, ഈശോയ്ക്ക് വേണ്ടിയുള്ള മക്കളെ ഒരുക്കുവാനും അവരെ ആഴപ്പെടുത്തുവാനും. നമുക്കറിയാം ഇവിടെ ജൂബിലിയെക്കുറിച്ചുള്ള വിചിന്തനങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയെക്കുറിച്ചും അതുപോലെ തന്നെ ഓരോരുത്തരും ജീവിതത്തിൽ തിരഞ്ഞെടുക്കേണ്ട വൊക്കേഷൻസിനെ കുറിച്ച്, വൊക്കേഷൻ സ്റ്റാൾസ് തന്നെ പലതും ഉണ്ടായിരുന്നു. ഓരോ മിഷനറിമാർ എപ്രകാരമാണ് അവരുടെ കാരിസം ജീവിക്കുന്നത്. അപ്പം ഇങ്ങനെ ദൃശ്യപരമായിട്ടും അതുപോലെ തന്നെ പല പരിപാടികളുമായിട്ടും പിന്നെ അവർക്ക് പരസ്പരം പങ്കുവെക്കാൻ ഒരു സ്വാതന്ത്ര്യത്തോട് ജീവിക്കുന്ന ഒരു പൂന്തോട്ടം പോലെ കിളികളും പൂമ്പാറ്റകളും ഓടി നടക്കുന്നുള്ളൊരു അനുഭവമായിരുന്നു. നല്ല രീതിയിലാണ് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് പോയി തിരഞ്ഞെടുക്കാൻ
ഒരുക്കിയ നല്ലൊരു പരിപാടിയായിട്ടാണ് ഞാൻ എന്നെ കണ്ടത്. പിതാവേ, ഒത്തിരി മൂവ്മെൻറ്റ്സ് യൂത്തിനുള്ള പിതാവിന് അറിയാലോ. അതേപോലെ ഇപ്പോൾ ജീസ് യൂത്തിൻ്റെ മൂവ്മെൻറ്റിൽ പിതാവ് ഇപ്പോൾ ഒത്തിരി നാളായിട്ട് ഇൻവോൾവ് ആണ്. അപ്പോൾ പിതാവ് ഈ ഒരു ജീസ് യൂത്ത് മൂവ്മെൻറ്റിൽ എന്താണ് പിതാവ് കണ്ട ഒരു യൂണിക്നെസ്, അല്ലെങ്കിൽ നന്മകൾ എന്താണ് ഈ ഒരു മൂവ്മെൻറ്റിൽ പിതാവ് കണ്ടേക്കുന്നത്? ജീസസ് യൂത്ത് ഞാൻ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കാലം തൊട്ടേ എനിക്ക് പരിചയമുണ്ട്. ജീസസ് യൂത്തിനെ വ്യത്യസ്തമാക്കുന്നത് തീർച്ചയായിട്ടും സുവിശേഷത്തിൻ്റെ സന്ദേശം ആഴത്തിൽ വേരൂന്നാൻ വേണ്ട തക്കമുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു എന്നത് തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അവർ ദൈവവിളി എന്ന് പറയുമ്പം കുടുംബജീവിതം ഉൾപ്പെടെ ആ ദൈവവിളിക്ക് എപ്രകാരം യുവജനങ്ങളെ ഒരുക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ജാഗോ 2025 ശേഷം പോലും പൗരോഹിത്യ ജീവിതത്തിലേക്കും അത് സന്യാസ ജീവിതത്തിലേക്കും ഒക്കെ ധാരാളം പേര് തിരഞ്ഞെടുക്കുന്ന ഒരു സത്യം നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ ജാഗോ 2023 ശേഷം പൗരോഹിത്യ ജീവിതത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കൊക്കെ ധാരാളം നമ്മുടെ ജീസസ് യൂത്ത് യുവജനങ്ങൾ പോയതായിട്ട് ഞാൻ അറിഞ്ഞു. അതുമാത്രമല്ല, നമ്മുടെ കുടുംബജീവിതത്തിലും മിശിഹായുടെ ആ സന്ദേശം തീവ്രതയോടെ ജീവിക്കുന്ന നല്ല കുടുംബങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്രകാരമുള്ള നല്ല കുടുംബങ്ങൾ മാത്രമേ ഭാവിയിൽ വീണ്ടും യഥാർത്ഥത്തിലുള്ള ജീസസ് യൂത്തിനെ, ഈശോയോട് ചേർന്ന് നിൽക്കുന്ന യുവജനങ്ങളെ ലോകത്ത് നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരുണത്തിൽ ജീസസ് യൂത്ത് ഒരു വിശ്വാസത്തിൻ്റെ എല്ലാ മേഖലകളെയും ചൂഴ്ന്നു നിൽക്കുന്ന, വളരെ ബോധ്യങ്ങൾ കൊടുക്കുന്ന, അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ക്രിസ്തീയ വിശ്വാസത്തിൽ ബോധ്യങ്ങളുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് ജീസസ് യൂത്ത് പരിശ്രമിക്കുന്നു എന്നതാണ് എൻ്റെ സന്തോഷം. ഓക്കെ, ഒത്തിരി നന്ദി പിതാവേ. ഈ ഒരു ടൈം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിനും ഈ ഒരു ജാഗോ പ്രോഗ്രാമിന് വന്നതിനും ഒത്തിരി നന്ദി.